തേർഡ് സെമസ്റ്റർ ബിടെക് ഡിഗ്രി എക്സാമിനേഷൻ സെപ്റ്റംബർ 2020 ഇത് ഇപ്പോൾ കഴിഞ്ഞ എക്സാമിൻ്റെ എന്തുവാ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാനിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ലീനിയർ ഓൾജിബ്ര ആൻഡ് കോംപ്ലക്സ് അനാലിസിസിൻ്റെ പാർട്ട് സി ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പാർട്ട് സി നിങ്ങൾക്കറിയാം എന്തുവാണ്, ലീനിയർ ഓൾജിബ്രയാണ്, മെട്രിക്സ് ആണ്, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടോപ്പിക്കാണല്ലേ. അപ്പം നമുക്ക് ഓരോ പ്രോബ്ലമായിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ കൂടുതൽ പ്രോബ്ലത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നില്ല. നമുക്ക് എന്തറിയാം, ഓരോ ക്വസ്റ്റിനും 20 മാർക്സ് ആണെന്നറിയാം. ഏതെങ്കിലും 2 സെറ്റാണ് എഴുതേണ്ടതെന്ന് അറിയാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിനിൽ നിന്ന് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തുവാ, സോൾവ് ബൈ ഗോസ് എലിമിനേഷൻ മെത്തേഡ് 5x - 6y + 4z = 15. 5x - 6y + 4z = 15. അടുത്തത് എന്തുവായിരുന്നു, 7x + 4y - 3z = 19. then 2x + y + 6z = 46. ഇതാണ് നമ്മുടെ എന്തുവാ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് തന്നിരിക്കുന്നത്. ഗോസ് എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തുവാണ്, നമ്മൾ ആദ്യം ഇതിൻ്റെ ഓഗുമെൻറ്റഡ് മെട്രിക്സ് എഴുതും. അതല്ലേ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഗോസ് എലിമിനേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഓഗുമെൻറ്റഡ് മെട്രിക്സ് എഴുതാം. അതിന് മുമ്പ് ആദ്യം ax = b എന്നൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം അല്ലേ. ax = b. അപ്പോൾ അത് എഴുതുമ്പോൾ കോയിഫിഷ്യൻ മെട്രിക്സ് എന്താണ്, 5 - 6 4, അടുത്ത 7 4 - 3 2 1 6 into x y z = 15 19 46. അടുത്തെന്താ നമ്മൾ എഴുതേണ്ടത്, അടുത്ത് നമ്മൾ എഴുതേണ്ടത് ഓഗുമെൻറ്റഡ് മെട്രിക്സ് എ ബി. അപ്പോൾ അവിടെ നിന്നാണ് നമ്മുടെ മാർക്ക് തുടങ്ങുന്നത്. ഓഗുമെൻറ്റഡ് മെട്രിക്സ് എ ബി എഴുതുമ്പോൾ നമുക്ക് ഒരു മാർക്ക് കിട്ടുകയാണ്. കോയിഫിഷ്യൻ മെട്രിക്സ് 5 - 6 4 15, അടുത്ത 7 4 - 3 19, അടുത്ത 2 1 6 46 എഴുതി, ഒരു മാർക്ക് കിട്ടി. ഇനി എന്താ നമുക്ക് വേണ്ടത്, ഡയഗണൽ എലിമെൻറ്റിന് താഴെയുള്ള ആൾക്കാരെ 0 ആക്കാൻ നോക്കും അല്ലേ. ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എലിമെൻറ്റ് എന്താ, 5 ആണ്. അപ്പോൾ അതിൻ്റെ താഴെയുള്ള ആൾക്കാർ 0 ആക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മുടെ ഇൻറ്റൻഷൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റോയെ ഒന്നും ചെയ്യത്തില്ല. 5 - 6 4 15 അതുപോലെ തന്നെ എഴുതി. അടുത്ത റോയിൽ നമുക്ക് ഓരോ എലിമെൻറ്റിനായിട്ട് 0 ആക്കണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് R2 ഇംപ്ലൈസ്, എനിക്കിവിടെ 7 ആണുള്ളത്, ഇവിടെ 5 ആണുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ 1 ആക്കണം നിർബന്ധമില്ല, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്ത് 0 ആക്കിയാലും മതിയെന്ന്. അപ്പോൾ ഇവിടെ എനിക്ക് 7 ഉണ്ട്, 7ൻ്റെ കൂടെ 5 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 × R2 - 7 × R1. സോ ഇതെന്തായി, ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് 0 ആയി. അടുത്ത് നോക്കിക്കേ, അടുത്ത എഴുതുമ്പോൾ നോക്കിക്കോളേ, 5 × 4 എന്ന് പറയുമ്പോൾ 20 ആണ്. 20 - 7 × -6 എന്ന് പറയുമ്പോൾ അത് പ്ലസ് ആവുകയാണ്. അപ്പോൾ അതെന്താ വരുന്നത്, 62 അല്ലേ. അടുത്ത അതേപോലെ -3 × 5 എന്ന് പറഞ്ഞാൽ -15 ആണ് അല്ലേ. -15ഉം അടുത്തെന്താ നമുക്ക് വരേണ്ടത്, 4 × -7 എന്ന് പറയുമ്പോൾ 28 ആണ്. -28 ആണ് വരുന്നത്. അപ്പോൾ അത് രണ്ടും കൂടി എത്രയാണ് വരുന്നത്, -43. അടുത്ത് നോക്കിക്കേ, 19 × 5 19 × 5 എന്ന് പറഞ്ഞാൽ 95 ആണ്. ഓക്കെ, 95 - 7 × 15 7 × 15 എന്ന് പറഞ്ഞാൽ 105 ആണ്. ഓക്കെ, കറക്റ്റാണെന്ന് ഇവിടെ നോക്കിക്കേ, 19 × 5 - 15 × 7 അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ 95 - 105 എന്ന് പറയുമ്പോൾ എത്രയാണ്, -10 അതായല്ലോ. അടുത്ത R3 ഇംപ്ലൈസ്, ഇതേപോലെ ഇവിടെ 2ഉം 5ഉം ആണല്ലോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 5R3 - 2R1, ഈ 2ന് മുകളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. സോ ഫസ്റ്റ് എലമെൻറ്റ് കൂടുതൽ ആലോചിക്കേണ്ട 0 തന്നെയാണ്. അടുത്തത് നോക്കിക്കേ, 1 × 5 5 - 2 × -6 എന്ന് പറഞ്ഞാൽ +12. അപ്പോൾ 5 + 12 എന്തുവാണ്, 17. ഓക്കെ, അടുത്ത് നോക്കിക്കേ, 6 × 5 30 30 - 2 × 4 എന്ന് പറയുമ്പോൾ -8, അപ്പോൾ -38. സോറി, 5 × 6 30 ആണ്. 30ഉം -8 ആണ് വരുന്നത് അല്ലേ. ഇവിടെ 30 5 × 6 എന്ന് പറഞ്ഞാൽ 30 -2 × 4 എന്ന് പറഞ്ഞാൽ -8 ആണ് വരുന്നത്. അപ്പോൾ 30 - 8 എന്ന് പറയുമ്പം 22 ആണ് വരുന്നത്. ഞാൻ പ്ലസ് എന്നുള്ള രീതിയിൽ എടുത്തു, അപ്പോൾ +22 ആണ് വരുന്നത്. അടുത്ത് നോക്കിക്കേ, 46 × 5 46 × 5 എന്ന് പറഞ്ഞാൽ 230 ആണ്. 230 - 2 × 15 2 × 15 എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്കറിയാം, -30 ആണ്. സോ അതെന്താ പറയുന്നത്, 200. അടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, വീണ്ടും ഡയഗണൽ എലമെൻറ്റിൻ്റെ താഴെ, ഇവിടുത്തെ ഡയഗണൽ എലമെൻറ്റിൻ്റെ താഴേക്ക് നമുക്ക് 0 ആക്കണം അല്ലേ. അപ്പോൾ നോക്കിക്കേ, സെക്കൻഡ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് തന്നെ 62 ആണ്. ഇയാളുടെ താഴെയുള്ള ഈ 17നെയാണ് 0 ആക്കേണ്ടത്. സോ നമ്മുടെ ഫസ്റ്റ് 2 റോയ്ക്ക് ഒരു അനക്കമില്ല, അതിന് അങ്ങനെ തന്നെ എഴുതി. 5 - 6 4 15, അടുത്തെന്താ 0 62
മൈനസ് 43 മൈനസ് 10. അടുത്ത് നമ്മൾ എന്താ ചെയ്യണേ? R3 ഇംപ്ലൈസ്, ഞാൻ പറഞ്ഞിട്ടുണ്ട് 1 ആക്കി വെറുതെ സമയം കളയണ്ട, അങ്ങോട്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയെന്ന്. സോ 62 ഇൻറ്റു R3 മൈനസ് 17 ഇൻറ്റു R2. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് 0 ആവുന്നുണ്ട്, അടുത്ത എലിമെൻറ്റും 0 തന്നെ ആവും. 22 ഇൻറ്റു 62 1364 പ്ലസ് 731 എന്ന് വരും. ദറ്റ് ഈസ് ഈക്വൽ ടു 2095 ആണ് ഇത്. അടുത്ത 62 ഇൻറ്റു 200 12,400 എന്തോ വരും. 17 ഇൻറ്റു 10 170 പ്ലസ് 170 ആണ് വരുന്നത്. ദറ്റ് ഈസ് ഈക്വൽ ടു 12570. ഓക്കെ, തിരിച്ച് നമ്മളിതിന് എന്ത് ചെയ്യും? AX ഈക്വൽ ടു B എന്നുള്ള ഫോമിലാക്കും. ദറ്റ് ഈസ് 5 minus 6 4 0 62 minus 43 0 0 2095 is equal to into XYZ is equal to 15 minus 10 12570. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാനൊരു സ്റ്റെപ്പ് പറയാൻ മറന്നു. എന്തുവാണ് ഇത് എഴുതുന്നതിന് മുമ്പ് പറയേണ്ട കാര്യമാണ്. ഇവിടുത്തെ റാങ്ക് എന്തുവായിരുന്നു? റാങ്ക് ഓഫ് AB എന്ന് പറയുന്നത് ഇവിടെ 3 ആണ്. റാങ്ക് ഓഫ് Aയും 3 ആണ്. നമ്പർ ഓഫ് അൺനോൺസും 3 ആണ്. അപ്പം നമുക്കിവിടെ എന്ത് സൊല്യൂഷനാണ് വരുന്നത്? യുണീക്ക് സൊല്യൂഷനാണ് വരുന്നത്. ഓക്കെ, അത് എഴുതിയിട്ടായിരുന്നു അടുത്ത X ഈക്വൽ ടു B എഴുതാനുള്ളത്. ഇനി ഇതിന് നമ്മൾ ഇക്വേഷൻ ഫോം ചെയ്യുമ്പോൾ 5x minus 6y plus 4z is equal to 15, equation 1. Equation 2 എന്ന് പറഞ്ഞാൽ 62y minus 43z is equal to minus 10, equation 2. അടുത്ത് നോക്കി 2095z is equal to 12570, equation 3. അതിൽ നിന്ന് നമുക്ക് ഇസെറ്റിൻ്റെ വാല്യൂ ഡിവൈഡ് ചെയ്യുമ്പോൾ 6 എന്ന് കിട്ടും. അതിനെക്കൊണ്ട് ഇക്വേഷൻ 2 കൊടുക്കുവാണെങ്കിൽ ഇക്വേഷൻ 2 നിന്ന് 62y മൈനസ് 43 ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ മൈനസ് 258 ഇസ് ഈക്വൽ ടു മൈനസ് 10 എന്ന് കിട്ടും. ഓർ 62y ഇസ് ഈക്വൽ ടു 248. ഈ മൈനസ് 10 പ്ലസ് 258 അപ്പുറത്ത് പോകുമ്പോൾ 248. ദറ്റ് ഇസ് y ഇസ് ഈക്വൽ ടു 4 എന്ന് കിട്ടി നമുക്ക്. അടുത്ത ഇക്വേഷൻ 1 കൊടുക്കുവാണെങ്കിൽ 5x മൈനസ് 6 ഇൻറ്റു 4 24 പ്ലസ് 4 ഇൻറ്റു 6 24 is equal to 15. Minus 24 plus 24 പോവും. 5x equal to 15, that is x is equal to 3 എന്ന് കിട്ടി. Okay, therefore the solution solve അല്ലേ by Gauss elimination method. Therefore the solution is x, y, z is equal to 3, 4, 6. ഇത് കറക്റ്റ് ആണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു ഇക്വേഷൻ, ഇപ്പോൾ ലാസ്റ്റ് ഇക്വേഷൻ ആണെങ്കിൽ 2 ഇൻറ്റു 3 6 ആണ്. 6 പ്ലസ് y എന്ന് പറയുന്ന 4, 6 പ്ലസ് 4 10 പ്ലസ് 6 ഇൻറ്റു 6 36. അപ്പോൾ 36 പ്ലസ് 10 46. ലാസ്റ്റ് ആൻസർ കറക്റ്റായിട്ട് കിട്ടിയില്ലേ? അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും ഒരു ഇക്വേഷനകത്ത് കിട്ടുന്ന ആൻസർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. യുണീക്ക് ആകുമ്പോൾ മാത്രമേ നമുക്കത് പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ ആൻസർ കിട്ടും. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ റാങ്ക് എന്ന് പറഞ്ഞിട്ടൊരു മെട്രിക്സ് ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ആ മെട്രിക്സിനെ ഇവിടെ ഇപ്പോൾ എടുത്ത് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ റാങ്ക് റെഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ എന്താ? ഡയഗണൽ എലമെൻറ്റിൻ്റെ താഴേക്ക് 0 ആക്കാൻ പറ്റുമോ എന്ന് നോക്കുക. അതായത് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് 6 ആണ്. അതിൻ്റെ താഴേക്ക് 0 ആക്കുക എന്ന് പറഞ്ഞാൽ 6 ഒരു അനക്കമില്ല. അതിന് ആദ്യമേ 6 0 മൈനസ് 2 0 നമ്മൾ എഴുതി നിർത്തി. അതിൻ്റെ താഴെ അടുത്ത റോയിൽ 0 ആക്കാനായിട്ട് ഇവിടെ 0 തന്നെയാണ്. അപ്പോൾ അയാൾക്കും ചേഞ്ച് ഒന്നുമില്ല, അയാളെയും നമ്മൾ അതുപോലെ തന്നെ എഴുതി. ബട്ട് R3 ചെയ്യുമ്പോൾ അവിടെ 2 ആവുള്ളത് അല്ലേ? അപ്പോൾ നമ്മൾ ഈ 2ൻ്റെ കൂടെ എന്ത് ചെയ്താൽ മതി? 3 ഇൻറ്റു R3. 3 ഇൻറ്റു R3 എന്തുവാണ്? 6 ആണ്. മൈനസ് R1 ചെയ്താൽ പോരെ? 3 ഇൻറ്റു R3 മൈനസ് R1 കറക്റ്റ് അല്ലേ? 3 ഇൻറ്റു 2 6 ആണ്. 6 മൈനസ് 6 0 ആവുന്നുണ്ട്. അപ്പോൾ അതേപോലെ അടുത്ത സ്റ്റെപ്പിലാണെങ്കിൽ -1 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ -3. -3 മൈനസ് ഇവിടെ മുകളിലത്തെ എലമെൻറ്റ് എന്തുവാ? 0, ദറ്റ് ഇസ് -3. അടുത്ത് നോക്കിയേ, -1 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ -3 മൈനസ് ഓഫ് മുകളിലും മൈനസ് ആണ്. അപ്പോൾ അത് +2 എന്ന് വരുമ്പോഴേക്കും അത് -1. അടുത്ത എലമെൻറ്റ് നോക്കിയേ, 0 ഇൻറ്റു 3 0 ആണ്, മുകളിലും 0 ആണ്. സോ അത് 0 ആയിപ്പോയി. നമുക്ക് ഡയഗണൽ എലമെൻറ്റിൻ്റെ താഴേക്കല്ലേ 0 ആക്കേണ്ടേ? ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് എലമെൻറ്റ് താഴോട്ടെല്ലാം 0 ആക്കി. സെക്കൻഡ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് -1 ആണ്. അതിൻ്റെ താഴെ ഈ -3 എന്ന് പറഞ്ഞ ആളെ കൂടെ 0 ആക്കണം. സോ ഫസ്റ്റ് 2 റോയ്ക്കും വ്യത്യാസമൊന്നുമില്ല, അവരെ നമ്മൾ അതുപോലെ തന്നെ എഴുതി. 6 0 -2 0 0 -1 -1 5. ഓക്കെ, എനിക്ക് ഈ -3നെയാണ് 0 ആക്കേണ്ടത്. സോ R3 ഇംപ്ലൈസ് R3 എന്ന് പറഞ്ഞാൽ -3 ആണ്. R3 മൈനസ് 3R2 എന്ന് എഴുതി. കറക്റ്റാണോ നോക്കിയേ? ഇവിടെ -3 മൈനസ് ഓഫ് -1 എന്ന് പറയുമ്പോൾ എന്താ? +3 ആവും. സോ അതെന്താവും? 0 ആയിട്ടില്ലേ? അപ്പോൾ അത് ഞാൻ എഴുതിക്കുന്നത് കറക്റ്റ് അല്ലേ? ഇത് നോക്കിയേ, -1 ഇൻറ്റു
-1 R3 -1 അപ്പം -1 -3 ഇൻറ്റു -1 അപ്പം എന്തായിരുന്നു അത് +3 ആവും. അപ്പം -1 +3 എന്ന് പറഞ്ഞാൽ എന്താണ് 2 ആവും. അടുത്ത റോ നോക്കിക്കേ, അടുത്തതെന്ന് പറഞ്ഞാൽ 0 -3 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ -15. സോ ലാസ്റ്റ് എലമെൻറ്റ് എന്താ വരുന്നത് -15. അപ്പോൾ നമ്മൾ ഡയഗണൽ എലമെൻറ്റ് താഴെ എല്ലാവരും 0 ആക്കില്ലേ. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് താഴെ 0 ആയി, സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് താഴെ 0 ആയി. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഒരു റോയിൽ വന്ന് ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റിന് മുൻപേ ഉള്ള സീറോയുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ് അടുത്ത റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റിൻ്റെ മുൻപേ ഉള്ള സീറോയുടെ എണ്ണം. അപ്പോൾ നമ്മുടെ എക്ലോൺ ഫോമിൻ്റെ എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ആയി. ഇതിൻ്റെ റാങ്ക് എത്രയാണ്? റാങ്ക് ഓഫ് എ ഈസ് ഈക്വൽ ടു ഇത്ര റോയിൽ എലമെൻറ്റ് ഉണ്ട്, 3 റോയിൽ എലമെൻറ്റ് ഉണ്ട്. അപ്പോൾ റാങ്ക് ഓഫ് എ ഈസ് ഈക്വൽ ടു 3. ഓക്കെ, നമുക്ക് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഓരോ സ്റ്റെപ്പിനും നമുക്ക് എന്തുമായിരിക്കും 2 മാർക്സ് എങ്കിലും കിട്ടും. ലാസ്റ്റ് ആൻസർ എടുത്ത് എഴുതുമ്പോഴേക്കും 2 മാർക്ക് കിട്ടും. അങ്ങനെയായിരിക്കും ഈ 2 സ്റ്റെപ്പിനും നമുക്ക് 2 മാർക്സും ഈ ലാസ്റ്റ് ആൻസറിന് 2 മാർക്കും. വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, നോക്കിക്കേ, അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ് വി ഈസ് ഈക്വൽ ടു സെറ്റ് v1 v2 v3 ബിലോങ്സ് ടു R ക്യൂബ് സച്ച് ദാറ്റ് 3v2 + v3 ഈസ് ഈക്വൽ ടു 2 ഈസ് എ വെക്റ്റർ സ്പേസ്. അല്ല, ഈസ് വി എ വെക്റ്റർ സ്പേസ് അണ്ടർ യൂഷ്വൽ ഓപ്പറേഷൻ ഇൻ R ക്യൂബ്. അതായത് ഞാൻ ആ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എടുത്ത് എഴുതിയിരിക്കുകയാണ്. നമ്മുടെ വെക്റ്റർ സ്പേസിൻ്റെ ഡെഫിനിഷനാണ് ആദ്യം ഒന്ന് ആലോചിക്കേണ്ടത്. വെക്റ്റർ സ്പേസിൻ്റെ ഡെഫിനിഷനിൽ 2 സിമ്പിളാണുള്ളത്, ഒന്ന് പ്ലസും പിന്നെ ഒരെണ്ണം ഡോട്ടോ ആണുള്ളത്. അപ്പം എന്നിട്ട് നമ്മളിതിന് ഒരു 10 കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ബിലോങ്സ് ടു വി ആണ് ഇഫ് എ കോമ ബി ബിലോങ്സ് ടു വി. ഇതാണ് ഇതിലെ ഫസ്റ്റ് കണ്ടീഷൻ. ഇതേപോലെ ഡോട്ട് പ്രോഡക്റ്റിൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്തുവായിരുന്നു? ആൽഫ ഇൻറ്റു എ ബിലോങ്സ് ടു വി ആണ് ഇഫ് വി എന്ന് പറയുന്നത് ആൽഫ ഇൻറ്റു എ ആണെങ്കിൽ ആൽഫ ഇൻറ്റു എ ബിലോങ്സ് ടു വി ഇഫ് എ ബിലോങ്സ് ടു വി ആൻഡ് ആൽഫ ബിലോങ്സ് ടു എഫ് എന്നാണ്. ആ കണ്ടീഷൻ നമുക്ക് പിന്നെ ആലോചിക്കാം. നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് നോക്കാം. അതാണെങ്കിലല്ലേ പിന്നെ ബാക്കി 10 കണ്ടീഷനെ കുറിച്ച് ചിന്തിക്കാനേ ഉള്ളൂ. അപ്പോൾ ഈ ഫസ്റ്റ് കണ്ടീഷൻ ഞാൻ എടുത്തു. അതായത് എനിക്ക് ആദ്യം വെക്റ്റർ സ്പേസിനകത്തുള്ള 2 എലമെൻറ്റ്സ് എ എന്നും ബി എന്നും ഞാൻ എടുത്തു. അപ്പോൾ ഇവിടെ ഞാൻ എടുക്കാൻ പോകുന്നത്, ഇപ്പോൾ ഇവിടെ വി എന്നല്ലേ തന്നിട്ടുള്ളത്, ഈ v1 v2 v3 എന്നാണ് അകത്ത് എലമെൻറ്റ്സ് തന്നിരിക്കുന്നത്. ഞാൻ യു എന്നും ബി എന്നും 2 എലമെൻറ്റ്സിന് എടുക്കുകയാണ്. എ ബി എന്നുള്ളതിന് പകരം യു എന്നും ബി എന്നും എടുക്കുകയാണേ. അതായത് യു ഇസ് ഈക്വൽ ടു ഇതിനകത്തുള്ള എലമെൻറ്റ്സ് ഒക്കെ ഇങ്ങനെ u1 u2 u3 എന്നുള്ള ഫോമിൽ കിടക്കുന്ന പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ u1 u2 u3. അപ്പോൾ വി ഈക്വൽ ടു എടുത്ത് എന്തായിരിക്കും? v1 v2 v3. ഈ ഫോമിലാണ് 2 എലമെൻറ്റ്സ് എടുത്തേക്കുന്നത്. ഓക്കെ, സച്ച് ദാറ്റ് ഇവിടെ ഇവർ എന്ത് പറയുന്നുണ്ട്? ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ഒരു കണ്ടീഷൻ എന്തുവാണല്ലോ, എന്തുവാ അത്? 3v2. അപ്പോൾ അതനുസരിച്ച് ഇവിടെ എങ്ങനെയായിരിക്കും? 3u2 + u3 ഈസ് ഈക്വൽ ടു 2. ഇതിനകത്താണെങ്കിൽ എങ്ങനെയായിരിക്കും കണ്ടീഷൻ? 3v2 + v3 ഈസ് ഈക്വൽ ടു 2 എന്നുള്ള ഫോമിലായിരിക്കും. എനിക്ക് എഴുതാൻ എളുപ്പത്തിന് u3 ഈസ് ഈക്വൽ ടു 2 - 3u2 എന്ന് എഴുതിക്കോട്ടെ. അതുപോലെ v3 ഈസ് ഈക്വൽ ടു 2 - 3v2. അതായത് ഇങ്ങനെയാണ് ഇതിനകത്തുള്ള എലമെൻറ്റ്സ് എങ്കിൽ അതിൽ എലമെൻറ്റ്സിൻ്റെ റിലേഷനാണ് ഞാൻ ഇവിടെ എഴുതി വയ്ക്കുന്നത്. അത് ക്വസ്റ്റ്യൻ തന്നത് വെച്ചിട്ടാണ് ഞാൻ എഴുതി വെച്ചേക്കുന്നത്. ഇനി നമുക്ക് ആവശ്യം എന്തുവാണ്? ഈ യുവും വിയും വെക്റ്റർ സ്പേസിനകത്തുള്ളതാണ് ഞാൻ എടുത്തേക്കുന്നത്. എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് u + വിയും എവിടെയുള്ളതാണെന്ന് പ്രൂവ് ചെയ്യണം, ഈ വെക്റ്റർ സ്പേസിനകത്തുള്ളതാണെന്ന് പ്രൂവ് ചെയ്യണം. അങ്ങനെ അല്ല എന്ന് പ്രൂവ് ചെയ്താൽ ഇത് വെക്റ്റർ സ്പേസ് അല്ല. അതാണെങ്കിൽ മാത്രം നമുക്ക് അടുത്ത കണ്ടീഷനെ കുറിച്ച് ഞാനിവിടെ പറഞ്ഞുതരാം. നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് അതിനെക്കുറിച്ച് പിന്നെ ആലോചിച്ചാൽ പോരെ. അപ്പോൾ ഞാൻ ആദ്യം u + വി എടുക്കുവാണ്. അപ്പോൾ u + വി എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? u എന്ന് പറയുന്ന ഒരു വെക്റ്റർ എടുത്തപ്പോൾ അതിൻ്റെ എലമെൻ്റ് എല്ലാം u1 u2 u3 ആണെങ്കിൽ u + വി എന്ന് പറഞ്ഞൊരു വെക്റ്റർ എടുക്കുമ്പോൾ അതിനകത്തുള്ള എലമെൻറ്റ്സ് ഒക്കെ എങ്ങനെയായിരിക്കും? u1 + v1, u2 + v2, u3 + v3 എന്നുള്ള ഫോമിലായിരിക്കും. അപ്പം u1 u2 u3 എന്നുള്ള എലമെൻറ്റ്സിൻ്റെ റിലേഷനാണ് u3 = 2 - 3u2 എന്ന് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇതിൻ്റെ ഈ 3 ഇതിൻ്റെ റിലേഷൻ എന്തായിരിക്കും? u3 + v3 ഈസ് ഈക്വൽ ടു 2 - 3u2 + v2 എന്നാണ് എനിക്ക് വരാനുള്ളത്. ഇങ്ങനെ വരണം, ഇങ്ങനെ ആയിരിക്കണം വരേണ്ടത്. ഞാൻ ഇങ്ങനെയല്ല, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ സ്റ്റെപ്പ് എഴുതി. ഇങ്ങനെയാണ് എനിക്ക് ആൻസർ കിട്ടേണ്ടത്. പക്ഷേ നമുക്കതുകൊണ്ട് അങ്ങനെയാണോ ആൻസർ കിട്ടണേന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് u3 + v3 വി ഹാവ് ടു പ്രൂവ് u3 + v3 ഈസ് ഈക്വൽ ടു 2 - 3 × u2 + v2 എന്ന് പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ u3 + v3 എടുത്തേക്കണേ. u3 എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ മുകളിൽ എഴുതിയിട്ടുണ്ട്. u3 എന്ന് പറഞ്ഞാൽ എന്താ? 2 - 3u2 + v3 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 - 3v2. ഇത് രണ്ടും കൂടി എടുക്കുവാണെങ്കിൽ 2 + 2 എന്തുവാണ്? 4 ആണ്. 4 - 3u2 - 3v2.
ആ രണ്ടിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ 4 - 3 കോമൺ ആയിട്ട് എടുത്താൽ u2 + v2. നോക്കിക്കേ, -3 u2 + v2 എനിക്ക് വന്നു, പക്ഷേ 2ന് വരെ ഇവിടെ എന്താണുള്ള 4 ആണുള്ളത്. അപ്പം നമുക്ക് എന്തല്ല, നമ്മുടെ ഇതിനകത്ത് 2 എലമെൻറ്റ് തമ്മിൽ ആഡ് ചെയ്താൽ ഈ ഒരു വെക്ടറിനകത്തുള്ളതാണെങ്കിൽ അതിനകത്ത് ഏത് വെക്ടർ എടുത്താൽ ഇതേപോലത്തെ ഫോമിലേ കിട്ടത്തുള്ളൂ. ഈ 2 - 3 u2 + v2 എന്നുള്ള ഫോമിലാണ് ശരിക്കും കിട്ടാനുള്ളത്. അത് ഞാനിവിടെ എടുത്ത് എഴുതി വെച്ചിരിക്കുന്നത്. u1 u2 u3 ആണെങ്കിൽ u3 = 2 - 3 u2 എന്നുള്ള ഫോമിലാണ് എനിക്ക് ആൻസർ കിട്ടുള്ളൂ. അങ്ങനെയാണെന്ന് ഒരു ക്വസ്റ്റ്യൻ്റെ പറഞ്ഞിട്ടുണ്ട് കണ്ട, 3v2 + v3 = 2. എനിക്ക് എളുപ്പത്തിനാണ് ഞാൻ അതിനെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് എഴുതിയത്, ഞാൻ ആദ്യമേ പറഞ്ഞു. ഓക്കെ, അപ്പോൾ എനിക്ക് അതുപോലെ കിട്ടിയില്ല. ഈ 2ന് വരെ ഇവിടെ 4 ആണുള്ളത്. അപ്പോൾ എന്താ നമുക്ക് എന്ത് പറ്റിയില്ല, നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ല. വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 2 - 3 × u2 + v2. Therefore, u plus v does not belongs to v. ഈ വിക്കകത്തുള്ളതല്ല. u plus v എന്ന് പറഞ്ഞെടുത്ത വെക്ടർ ഈ വിക്കകത്തില്ല. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്തില്ല. Therefore, v is not a vector space. Therefore, v is not a vector space. ഇത്രയേ ഉള്ളൂ. ഈ വെക്ടർ സ്പേസിൻ്റെ ഡെഫിനിഷൻ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇന്നത്തുള്ള പ്രോബ്ലം ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഈ പ്രാവശ്യത്തെ എക്സാമിന് ചോദിച്ചിരുന്നത്. ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. എന്താണ്, ഈ തന്നിരിക്കുന്ന വെക്ടറിനകത്തൊരു കണ്ടീഷൻ തന്നിട്ടുണ്ടായിരിക്കും. ആ കണ്ടീഷൻ അതിൻ്റെ സമ്മും സാറ്റിസ്ഫൈ ചെയ്യണം. സാറ്റിസ്ഫൈ ചെയ്താൽ അത് വെക്ടർ സ്പേസ് ആണ്. സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ അത് വെക്ടർ സ്പേസ് അല്ല. ഇത് സാറ്റിസ്ഫൈ ചെയ്ത അടുത്ത് നമ്മൾ ഈ ഡോട്ട് പ്രോഡക്റ്റിൻ്റെ ഫസ്റ്റ് കണ്ടീഷനും കൂടെ ചെക്ക് ചെയ്ത് നോക്കും. അത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ നമ്മളതിനെ വെക്ടർ സ്പേസ് എന്ന് പറയത്തുള്ളൂ. ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ നോക്കിയപ്പോൾ തന്നെ എന്തല്ല, അത് വെക്ടർ സ്പേസ് അല്ല. ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ഐഗൺ വാല്യൂ ആൻഡ് ഐഗൺ വെക്ടർ ഓഫ് 2 1 1 1 2 1 0 0 1 എന്നുള്ളതായിരുന്നു നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഞാനിവിടെ ക്വസ്റ്റ്യൻ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഐഗൺ വാല്യൂ ഐഗൺ വെക്ടർ ഫൈൻഡ് ചെയ്യാൻ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഐഗൺ വാല്യൂ ഐഗൺ വെക്ടർ ഫൈൻഡ് ചെയ്യാൻ ആദ്യത്തെ സ്റ്റെപ്പ് എന്തുവാണ്? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഈസ് ഡിറ്റർമിനൻറ്റ് a - λ i = 0. 3/3 മെട്രിക്സ് ആയത് കാരണം λ³ - s1 λ² + s2 λ - s3 = 0. s1 എന്ന് പറഞ്ഞാൽ സം ഓഫ് മെയിൻ ഡയഗണൽ എലമെൻ്റ് ആണ്. 2 + 2 4 4 + 1 5. Then s2 = സം ഓഫ് ദ മൈനേഴ്സ് ഓഫ് മെയിൻ ഡയഗണൽ എലമെൻറ്റ്. ഫസ്റ്റ് ഡയഗണൽ 2 ആണ്, അതിൻ്റെ റോയും കോളവും പോയി കഴിയുമ്പോൾ ബാക്കി എന്താ? 2 × 1 2 - 0 അല്ലേ? പ്ലസ് അടുത്ത ഡയഗണൽ എലമെൻറ്റ് 2 ആണ്, ആ 2 വരുന്ന റോയും കോളവും പോയി കഴിയുമ്പോൾ ബാക്കി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 × 1 2 - 0 × 1 0. പ്ലസ് ലാസ്റ്റ് ഡയഗണൽ എലമെൻറ്റ് 1 ആണ്, അത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റോയും കോളവും പോകുമ്പോൾ 2 × 2 4 - 1. സോ നോക്കിയാൽ 2 + 2 4 4 + 3 എന്ന് വരുമ്പോഴേക്കും ഇവിടെ എന്താ? s2 = 7 എന്നാണ് വരുന്നത്. അടുത്ത s3 = ഡിറ്റർമിനൻറ്റ് a ആണ്. ഡിറ്റർമിനൻറ്റ് എന്ന് പറയുമ്പോൾ എന്താ? 2 1 1 1 2 1 0 0 1 = മിക്കവാറും 3 എന്നായിരിക്കും കിട്ടുന്നത്. 2 × അത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റോയും കോളവും പോയി. അടുത്തെന്താ വരണേ? 2 - 0 -1 × അത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റോയും കോളവും പോയി 1 - 0. ഓക്കെ, പ്ലസ് 1 × അത് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന റോയും കോളവും പോയി 0 എന്ന് വന്നു. ഇപ്പോൾ നോക്കി 2 × 2 എന്തുവാണ്? 4 4 - 1 എന്തുവാണ്? 3. സോ s3 കിട്ടി. ഇപ്പോൾ നിങ്ങളുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ λ³ - 5 λ² + 7 λ -s3 എന്ന് പറയുമ്പോൾ എന്താ? -3 = 0. ഓക്കെ, നമുക്കിനി എന്താ ചെയ്യേണ്ടത്? ഇതിന് നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യണം? ഇതിൻ്റെ ഐഗൺ വാല്യൂ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് അല്ലേ പറ്റത്തുള്ളൂ. വെൻ λ = 1 λ-ക്ക് 1 നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്തോളൂ, ഞാൻ കാൽക്കുലേറ്ററിലല്ല ഇങ്ങനെ ചെയ്യുവാണ്. λ-ക്ക് 1 കൊടുക്കുമ്പം 1 - 5 + 7 - 3. അപ്പോൾ നോക്കിക്കേ, 1 + 7 8 - 8 = 0. സോ λ = 1 ഈസ് എ റൂട്ട്. λ = 1 എന്ന് പറയുന്നത് ഒരു റൂട്ടാണ്. അപ്പോൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് പറയുമ്പോൾ കറക്റ്റായി. അപ്പോൾ സിന്തറ്റിക് ഡിവിഷൻ എന്ന് പറയുമ്പോൾ ആദ്യം λ³, ദെൻ λ², ദെൻ λ, ദെൻ കോൺസ്റ്റൻറ്റ്. λ³ കോയിഫിഷ്യൻറ്റ് 1, λ² കോയിഫിഷ്യൻറ്റ് -5, λയുടെ കോയിഫിഷ്യൻറ്റ് 7, കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് -3. 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ആദ്യത്തെ എലമെൻറ്റ് താഴെ എപ്പോഴും 0. 1 + 0 എന്തുവാ? 1. 1 × പുറത്തുള്ള എലമെൻറ്റ്സ് എപ്പോഴും മൾട്ടിപ്ലൈ ചെയ്യണം. സോ 1 × 1 മൾട്ടിപ്ലൈ ചെയ്ത് അകത്ത് എഴുതി. -5ഉം +1 ആണ്, അകത്തുള്ള ആൾക്കാരെ ആഡ് ചെയ്യണം. സോ അത് -4 പുറത്ത് എഴുതി. 1 × -4 എത്രയാണ്? -4. അതിനെ നമ്മൾ അകത്ത് എഴുതി. 7 + -4 എന്ന് പറയുന്നത് 3 ആണ്. അടുത്ത് 1 × 3 3. സോ ലാസ്റ്റ് എലമെൻറ്റ് നമുക്ക് എന്തായിപ്പോയി? 0. ഇയാളെ നമുക്ക് എന്തായിട്ട് എടുത്ത് എഴുതാം? λ² - 4 λ + 3 = 0 എന്ന് എഴുതി. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3യും ആഡ് ചെയ്യുമ്പോൾ -4ഉം വരുന്നത് എന്തൊക്കെയാണ്?
ആഡ് ചെയ്യുമ്പോൾ -4 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 വരിക എന്ന് പറഞ്ഞാൽ ലാംഡ -3 ഇൻറ്റു ലാംഡ -1 അല്ലേ, -3 ഇൻറ്റു -1 ആണ് നിങ്ങളുടെ +3, -3 പ്ലസ് -1 ആണ് -4 ഇസ് ഈക്വൽ ടു 0. സോ ലാംഡയുടെ വാല്യൂ 1,3 എന്ന് കിട്ടി. Therefore the eigen values are ഡിഫറെൻ്റ് ആയിട്ടുള്ള ആദ്യം എഴുതാം. ലാംഡ ഈക്വൽ ടു 3, 1, 1. സോ നമ്മൾ ആദ്യം ഇനി ഐഗൺ വെക്ടർ ഫൈൻഡ് ചെയ്യണം. ടു ഫൈൻഡ് ഐഗൺ വെക്ടർ ഫൈൻഡ് ചെയ്യാനുള്ള സ്റ്റെപ്പ് എന്താ? മെട്രിക്സ് A മൈനസ് ലാംഡ I ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 0. അത് തന്നേക്കുന്ന മെട്രിക്സിൻ്റെ ഡയഗണലി ഒരു -λ കൊടുത്ത് നമ്മൾ ആദ്യം എഴുതും. 1, 2 മൈനസ് ലാംഡ 1, 0, 0, 1 മൈനസ് ലാംഡ ഇൻറ്റു x1, x2, x3 is equal to 0, 0, 0 എന്ന് എഴുതി അല്ലേ. വെൻ ലാംഡ ഈക്വൽ ടു 3, ലാംഡയ്ക്ക് 3 കൊടുക്കുകയാണെങ്കിൽ ഈ മെട്രിക്സ് എങ്ങനെയായി മാറും? 2 മൈനസ് 3 എന്ന് പറഞ്ഞാൽ -1, 1, 1, 1, -1, 1, 0, 0, -1 ഇൻറ്റു x1, x2, x3 is equal to 0, 0, 0 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്താ ഇവിടുത്തെ റോയും കോളവും സെയിം ആണോ ഡിഫറെൻ്റ് ആണോ? 3 റോയും ഡിഫറെൻ്റ് ആണെന്ന് ഞാൻ പറയും. ഡിഫറെൻ്റ് അല്ലേ? അപ്പോൾ അതിൽ ഏതെങ്കിലും 2 നമ്മൾ ചൂസ് ചെയ്യുന്നു. ഫസ്റ്റ് 2 ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ വെച്ചോളൂ. ഫസ്റ്റ് 2 ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ x1 ബൈ ആദ്യത്തെ കോളം ഇട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 1 + 1 എന്ന് വന്നു. രണ്ടാമത്തെ എലമെൻറ്റ് ഫ്രണ്ടിൽ -6 വരണം. അപ്പോൾ ആരോ ചോദിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ മൈനസ് മൾട്ടിപ്ലൈ ചെയ്യണം. തീർച്ചയായിട്ടും മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തില്ലെങ്കിൽ നമ്മൾ നമ്മൾ സാധാരണ ഡയഗണൽ ഇങ്ങനെ മെയിൻ ഡയഗണൽ മൈനസ് അടുത്ത ഡയഗണൽ എന്നുള്ള രീതിയിലല്ലേ ചെയ്യാം. പക്ഷേ അങ്ങനെ മൈനസ് മൾട്ടിപ്ലൈ ചെയ്തില്ലെങ്കിൽ നമ്മളിത് എടുക്കുമ്പം തിരിച്ചെടുക്കേണ്ടി വരും. മെയിൻ ഡയഗണലിന് രണ്ടാമത്തെ എലമെൻ്റ് ആയിട്ട് എടുക്കേണ്ടി വരും. -1 ഇൻറ്റു 1 -1 ഇൻറ്റു 1 എന്ന് എഴുതേണ്ടി വരും. അപ്പോൾ അതിന് അവോയ്ഡ് ചെയ്യാനാണ് അവിടെ രണ്ടാമത്തെ സിമ്പലിൻ്റെ ഫ്രണ്ടിൽ മൈനസ് സൈൻ ഇടുന്നത്. ഓക്കെ, -x2 ബൈ ആ കോളം മറിച്ച് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം -1ഉം -1 എന്ന് വരും. ദറ്റ് ഈസ് -2, -1, -1 എന്ന് വന്നു. ആൻഡ് x3 ബൈ ലാസ്റ്റ് കോളം മറിച്ച് വയ്ക്കുമ്പം -1ഉം -1ഉം കൂടെ നമുക്ക് 1 ആവുന്നുണ്ട്, -1. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു x1 ബൈ 2 ഇസ് ഈക്വൽ ടു x2 ബൈ 2 ഇസ് ഈക്വൽ ടു x3 ബൈ 0. ഈ 2 രണ്ടിടത്തു നിന്ന് കോമൺ ആയിട്ട് എടുക്കണമെങ്കിൽ വേണമെങ്കിൽ x1 ബൈ 1 ഇസ് ഈക്വൽ ടു x2 ബൈ 1 ഇസ് ഈക്വൽ ടു x3 ബൈ 0. നിങ്ങളുടെ ഫസ്റ്റ് ഐഗൺ വെക്ടർ x1 ഇസ് ഈക്വൽ ടു 1, 1, 0 എന്ന് കിട്ടി. ഓക്കെ, അടുത്ത് നമുക്ക് വെൻ ലാംഡ ഇസ് ഈക്വൽ ടു 1 കൊടുക്കുകയാണെങ്കിൽ, ലാംഡയ്ക്ക് 1 കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ മെട്രിക്സ് എങ്ങനെയായി മാറും? 2 - 1, 1, 1, 1. അടുത്തതും 1, 1, 1. അടുത്തെന്താ? 0, 0, 1 - 1 എന്ന് പറയുമ്പോൾ എന്തായി പോവാണ്? 0 ആയി പോവാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ആകെ 2 റോയേ ഉള്ളൂ. ആ 2 റോയും സെയിം ആണ്. അപ്പോൾ ആ 2 റോയും സെയിം ആകുമ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമോ? ആ സെയിം ആയിട്ടുള്ള ഒരൊറ്റ റോ ഇക്വേഷനല്ലേ ഉള്ളൂ. അപ്പോൾ അതിന് നമ്മൾ അടുത്ത് എഴുതും. x1 + x2 + x3 is equal to 0 എന്ന് എഴുതി. put x1 is equal to അല്ലെങ്കിൽ put x3 is equal to 0. x3ക്ക് 0 കൊടുക്കുമ്പോൾ ഇക്വേഷൻ എങ്ങനെയാവും? x1 + x2 is equal to 0 എന്നാവും. ദറ്റ് ഈസ് x1 is equal to -x2, x1 by -1 is equal to x2 by 1. Therefore second eigen vector x2 is equal to x1 - 1 ആണ്. x2ൻ്റെ താഴെയുള്ള ആൾ 1 ആണ്. ഞാൻ x3ക്കാണ് 0 കൊടുത്തത്. ഓക്കെ, വെൻ x2 is equal to 0. അടുത്ത് വീണ്ടും കണ്ടുപിടിക്കേണ്ട ഒരൊറ്റ ഇക്വേഷനല്ലേ എനിക്കുള്ളൂ. 2 ലാംഡയും സെയിം ആണ്. അപ്പോൾ x2ന് 0 കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഐഗൺ വെക്ടർ എങ്ങനെയാണ് വരിക? x1 plus x3 is equal to 0 എന്ന് വരും. That is x1 is equal to -x3 or x1 by -1 is equal to x3 by 1. Therefore eigen vector x3 is equal to x1ൻ്റെ താഴെ -1 ആണുള്ള x2ന് നമ്മൾ 0 കൊടുത്തു. അടുത്ത ആൾ നമുക്ക് 1 എന്ന് കിട്ടി. ഓക്കെ, നമ്മുടെ ആൻസർ ഫൈൻഡ് ഐഗൺ വാല്യൂ ആൻഡ് ഐഗൺ വെക്ടർ എന്നായിരുന്നു. നമ്മൾ 3 ഐഗൺ വെക്ടറും ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിനകത്ത് ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതുമ്പോൾ തന്നെ നമുക്ക് 1 മാർക്കിലും 2 മാർക്ക് കിട്ടും. ലാംഡയുടെ വാല്യൂ കറക്റ്റ് ആകുമ്പോൾ ഇത്ര എഴുതുമ്പോൾ നമുക്ക് 3 മാർക്ക് കിട്ടും. ഓരോ ഐഗൺ വെക്ടർ കണ്ടുപിടിക്കുന്ന പ്രൊസീജിയറിനും നമുക്കിപ്പോൾ മാർക്കുണ്ട്. ഈ ഡിറ്റർമിനൻ്റ് A - λI എന്നൊക്കെ ഈ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുമ്പോൾ അതിനൊക്കെ മാർക്ക് ഉണ്ട് കേട്ടോ. ഈ A - λI × x എന്നൊക്കെ എഴുതുന്നതിന് നമുക്ക് മാർക്ക് കിട്ടും. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇപ്പോൾ 8 മാർക്കിനൊക്കെ ആയിരുന്നെങ്കിൽ ഈ സ്റ്റെപ്പിനൊന്നും മാർക്ക് ഉണ്ടാകത്തില്ല. പക്ഷേ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഉറപ്പായിട്ടും ഇതിനെല്ലാത്തിനും നമുക്ക് കീഴിൽ മാർക്ക് ഉണ്ടായിരിക്കും. ഇവിടെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളിപ്പോൾ കാൽക്കുലേറ്ററിൽ സിംപ്ലിഫൈ ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ കാൽക്കുലേറ്ററിൽ സിംപ്ലിഫൈ ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇവിടെ ആൻസർ കാൽക്കുലേറ്ററിൽ 3-1 എന്ന് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പം ആ 3-1ൻ്റെ അർത്ഥം നിങ്ങൾക്ക് ആ 2 എണ്ണം മാത്രമേ ആൻസർ ഉള്ളൂ എന്നല്ല. ഒരു കാര്യം എപ്പോഴും ഓർമ്മിക്കേണ്ട കാര്യം, λ³ എന്ന് തുടങ്ങുന്ന ഒരു ഇക്വേഷന് 3 ആൻസർ ഉണ്ട്.
ആ 3 ആൻസർ നമുക്ക് കാൽക്കുലേറ്ററിൽ 2 എണ്ണം കാണിച്ചാൽ അതിൻ്റെ അർത്ഥം അതിൽ രണ്ടാമത് വരുന്ന വാല്യൂ റിപ്പീറ്റിംഗ് ആണെന്നാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് പോണേ. കാൽക്കുലേറ്ററിൽ 2 പേരെ കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് 2 ആൻസർ എഴുതരുത്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇവിടെ ലാംഡ സ്ക്വയറിലാണ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഐഗൺ വാല്യൂ 2 എണ്ണേ കാണത്തുള്ളൂ. ലാംഡ ക്യൂബ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഉറപ്പായിട്ട് ഐഗൺ വാല്യൂ 3 എണ്ണം കാണും. ഓക്കെ, അത് കറക്റ്റായിട്ട് തരണം. കാരണം ഈ പ്രോബ്ലത്തിനകത്ത് എനിക്ക് ആരും അയച്ചെന്ന് അവർ ചെയ്ത ആൻസർ എനിക്ക് അയച്ചു തന്നപ്പോൾ അതിൽ 3-1 എന്ന് മാത്രമേ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. ശരിക്കും 3-1 അല്ല, 3-1-1 ഉണ്ട്. കാരണം ലാംഡ ക്യൂബ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന പ്രോബ്ലത്തിന് 3 ആൻസർ ഉണ്ടാവും. അതിൽ നിങ്ങളുടെ കാൽക്കുലേറ്റർ എങ്ങനത്തെയാണെന്ന് നോക്കിക്കോളൂ. ഇപ്പം ഈ എനിക്ക് അയച്ചെന്ന ആളുടെ ആൻസർ കീ അനുസരിച്ച് രണ്ടാമത്തെ വാല്യൂ ആണ് ഇവിടുത്തെ റിപ്പീറ്റിംഗ് ആയിട്ടുള്ള വാല്യൂ. അപ്പോൾ നിങ്ങളുടെ കാൽക്കുലേറ്റർ ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് കാൽക്കുലേറ്റർ ചെയ്തിട്ട് രണ്ടാമത്തെ വാല്യൂ നിങ്ങൾക്ക് റിപ്പീറ്റിംഗ് ആണോ ആദ്യത്തേതാണോ നിങ്ങളുടെ കാൽക്കുലേറ്റർ റിപ്പീറ്റിംഗ് എന്ന് നോക്കി വെച്ചേക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ഒത്തിരി പേര് ഇത് തെറ്റിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളേ. ഈസ് ദ മെട്രിക്സ് എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. അത് ഓർത്തോഗണൽ ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഞാൻ നിങ്ങളുടെ ക്രാഷ് കോഴ്സിനകത്ത് പറയാത്ത കാര്യമാണ്. ഓർത്തോഗണൽ എന്ന് പറഞ്ഞ് ചോദിക്കുവാണെങ്കിൽ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് A ട്രാൻസ്പോസ് ഈക്വൽ ടു I എന്ന. ഇനി സപ്പോസ് സിമെട്രിക് ആണോ എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ A ഈക്വൽ ടു A ട്രാൻസ്പോസ് എന്ന് പ്രൂവ് ചെയ്യാം. സ്ക്യൂ സിമെട്രിക് ആണോ എന്ന് പ്രൂവ് ചോദിക്കുവാണെങ്കിൽ A ഈക്വൽ ടു -A ട്രാൻസ്പോസ്, അല്ലെങ്കിൽ A ട്രാൻസ്പോസ് ഈക്വൽ ടു -A. അത് നിങ്ങളുടെ ഇഷ്ടം, നെഗറ്റീവ് ഏതിന് ഇടണമെന്ന്. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ഇത് ഏതൊക്കെ എക്സാമിന് ഇങ്ങനെ സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക്കും ചോദിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ +2 പഠിച്ച കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത്. ഓർത്തോഗണൽ, സിമെട്രിക്, സ്ക്യൂ സിമെട്രിക് അങ്ങനത്തെ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ ഇതുപോലെ എഴുതുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് സ്പെക്ട്രം എന്നൊരു വേർഡ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഫൈൻഡ് ഐഗൺ വാല്യൂ എന്നാണ്. ആ പ്രോബ്ലത്തിൻ്റെ ഐഗൺ വാല്യൂ ഫൈൻഡ് ചെയ്താൽ മതി. ഓക്കെ, ഫൈൻഡ് സ്പെക്ട്രം ആൻഡ് ഐഗൺ വെക്ടർ എന്ന് പറയുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് ഐഗൺ വാല്യൂ ആണ് അവിടെ ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ. നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. ഇവിടെ A എന്ന് പറഞ്ഞ മെട്രിക്സ് തന്നിട്ടുണ്ട്. നമ്മുടെ അടുത്ത് എന്താ ചോദിച്ചിരിക്കുന്നത്? അതിൻ്റെ ഓർത്തോഗണലാണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓർത്തോഗണലാണോ ഈസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതാ ഓർത്തോഗണലാണോ അല്ലെങ്കിൽ ഓർത്തോഗണൽ അല്ലേ എന്നുള്ള രീതിയിൽ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ട്രാൻസ്പോസ് ചെയ്താം. A ട്രാൻസ്പോസ്. അപ്പോൾ അതിനൊരു മാർക്ക് നമുക്ക് കിട്ടുമേ. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 1/9 ഇൻറ്റു റോയെ കോളം ആയിട്ട് എഴുതുമ്പോൾ ഫസ്റ്റ് റോ കോളം ആകുമ്പോൾ -8 4 1. സെക്കൻഡ് റോയിനെ കോളം ആക്കുമ്പോൾ 1 4 -8. അടുത്ത റോയിനെ കോളം ആക്കുമ്പോൾ 4 7 4. ഓക്കെ, അടുത്ത A ഇൻറ്റു A ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു 1/9 ഇൻറ്റു -8 4 1 1 4 -8 4 7 4 ഇൻറ്റു 1/9 ഇൻറ്റു A ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ -8 1 4 4 4 7 1 -8 4. ഇപ്പം പലവരുടെ കാൽക്കുലേറ്ററിനകത്ത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പറ്റും. അപ്പോൾ ഈ 1/9 ഇൻറ്റു 1/9 1/81 എന്ന് എഴുതി 2 മെട്രിക്സിനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. അപ്പോൾ ഡയഗണലി വരുന്ന 81-ന് അടുത്ത് 1/81 വെച്ചിട്ട് ഡിവൈഡ് ആകുമ്പോൾ 1 1 1 എന്ന് ഡയഗണലി കിട്ടിക്കൊള്ളും. അപ്പോൾ അങ്ങനെ കാൽക്കുലേറ്ററിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാൽക്കുലേറ്റർ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ്? 1/9 ഇൻറ്റു 1/9 1/81 എന്ന് എഴുതി. ഓക്കെ, ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം എന്നുള്ള രീതിയിലാണ് നമ്മൾ എപ്പോഴും മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് എന്തുവാ ഇവിടെ? -8. -8 ഇൻറ്റു -8 എന്ന് പറഞ്ഞാൽ എന്താ? 64 പ്ലസ് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻ്റ് ആയിട്ടേ ഉള്ളൂ. ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം എന്ന് ഞാൻ പറയാം. അപ്പോൾ 64 പ്ലസ് 4 ഇൻറ്റു 4 16 പ്ലസ് 1 ഇൻറ്റു 1 1 പ്ലസ് 1 ആണ്. ഇതുപോലെ ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളമാണ് അടുത്ത് ചെയ്തേണ്ടത്. -8 ഇൻറ്റു 1 -8 പ്ലസ് 4 ഇൻറ്റു 4 16 പ്ലസ് അടുത്തെന്താ 1 ഇൻറ്റു -8 -8. അടുത്ത് എഴുതേണ്ടത് ഫസ്റ്റ് റോ ഇൻറ്റു തേർഡ് കോളമാണ് ഇവിടെ എഴുതേണ്ടത്. -8 ഇൻറ്റു 4 -8 ഇൻറ്റു 4 എത്രയാണ്? 32 -32 ആണേ. പ്ലസ് 7 ഇൻറ്റു 4 28 പ്ലസ് 1 ഇൻറ്റു 4 4. ഇത് മനസ്സിൽ ചെയ്യാനേ ഉള്ളൂ. ചിലർക്കൊക്കെ ഞാൻ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ മറന്നിരിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഇത് പറഞ്ഞു തരുന്നത്. അല്ലെങ്കിൽ കാൽക്കുലേറ്ററിലാണ് മിക്ക കുട്ടികളും ചെയ്യുന്നത്. നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്താൽ മതി. ഓക്കെ, അടുത്ത റോ എങ്ങനെയാണ് വരണത്? ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം, സെക്കൻഡ് റോ ഇൻറ്റു തേർഡ് കോളം. അങ്ങനെയാണ് അടുത്ത് എഴുതാൻ പോകുന്നത്. സോ 1 ഇൻറ്റു -8 പ്ലസ് സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം അല്ലേ, 4 ഇൻറ്റു 4 16. അടുത്ത -8 ഇൻറ്റു -1 -8. സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം 1 ഇൻറ്റു 1 1 4 ഇൻറ്റു 4 16. അടുത്ത -8 ഇൻറ്റു -8 എന്ന് പറയുമ്പോൾ പ്ലസ് 64. ഓക്കെ, അടുത്ത സെക്കൻഡ് റോ ഇൻറ്റു തേർഡ് കോളം 1 ഇൻറ്റു 4 4 ആണ്. അടുത്ത് നോക്കിക്കേ 4 ഇൻറ്റു 7 എന്ന് പറയുന്നത് 28 ആണ്. -8 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ -32 ആണ്. അടുത്ത third row into first column 4 into -8 is -32, 7 into 4 is 28, then 4 into 1 is 4. അടുത്ത് നോക്കിക്കേ third row into second column 4 plus
7 into 4 28 minus 32. Okay. അടുത്ത് നോക്കിക്കേ തേർഡ് റോ ഇൻറ്റു തേർഡ് കോളം 4 into 4 16 ആണ് പ്ലസ് 7 into 7 49 ആണ്. അടുത്ത് എന്താ 4 into 4 16 ആണ്. ഓക്കെ, this is equal to 1 by 81 into അടുത്തത് നോക്കിക്കേ 64 plus 16 plus 1 is equal to എത്രയാണ് വരുന്നത് 81 എന്നാണ് വരുന്നത്. അടുത്ത എലമെൻറ്റ് വരുമ്പോഴേക്കും 0 വരുന്നത്, അതിൻ്റെ അടുത്ത എലമെൻറ്റ് 0 വരുന്നത്. -32 plus 32 0. അടുത്തതുപോലെ 0 81 0 0 0 81. സോ 1 by 81 വെച്ച് പോകുമ്പോൾ എന്താ പറയുന്നത് 1 0 0 0 1 0 0 0 1. ഇത് കാൽക്കുലേറ്റർ കയ്യില്ലാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് ചെയ്ത് കാണിച്ചു തന്നെ. കാൽക്കുലേറ്റർ കയ്യിലുള്ളവരാണെങ്കിൽ നമ്മൾ എന്ത് എഴുതത്തുള്ളൂ, നമ്മൾ ഈ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഡയഗ്രാമിൽ അത് നോക്കി എഴുതിയിട്ട് പെട്ടെന്ന് ഇങ്ങനെ എഴുതും. therefore A is orthogonal. ഓക്കെ, എ ഓർത്തോണൽ ആണെന്ന് എഴുതി. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. നമ്മൾ +2 പഠിച്ച കാര്യമാണ് ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഈസി ആയിട്ട് മേടിക്കാൻ പറ്റുന്നതാണ് ഈ 5 മാർക്ക് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോണേ. ചെക്ക് വെദർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ 4 വെക്ടർ തന്നിട്ടുണ്ട്. ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഇൻ r⁴. അപ്പോൾ അതും നമുക്ക് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഈ തന്നിരിക്കുന്ന വെക്ടറിനെ ആദ്യം ഒരു മെട്രിക്സ് ആയിട്ട് എടുത്ത് എഴുതാം. ഓക്കെ, എ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ ഒരു മെട്രിക്സ് ആയിട്ട് എഴുതുക. ഫസ്റ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ 2 0 0 7, സെക്കൻഡ് വെക്ടർ 2 0 0 8, തേർഡ് വെക്ടർ 2 0 0 9 ആൻഡ് ഫോർത്ത് വെക്ടർ ഈസ് 2 0 1 0. ഓക്കെ, അതാണ് ഞാൻ വെക്ടർ ഇത്ര എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് എന്താ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ നോക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് റാങ്ക് ഫൈൻഡ് ചെയ്യണം. ഇഫ് നമ്പർ ഓഫ് റാങ്കും തന്നിട്ടുള്ള വെക്ടറിൻ്റെ എണ്ണം സെയിം ആണെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. നമുക്ക് നോക്കാവോ അത്. ഇഫ് ഡയഗണലി നമുക്ക് എക്ലോൺ ഫോമിലേക്ക് മാറ്റുമ്പം ഡയഗണൽ എലമെൻറ്റിൻ്റെ താഴെ 0 ആക്കാനാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് 0 0 2 0 0 7 ഞാൻ അതുപോലെ എഴുതി. R2 implies R2 minus R1, that is 0 0 0, 8 minus 7 is 1. Then R3 implies R3 minus R1, that is 0 0 0 2 എന്ന് വരും. 9 minus 7. Then R4 implies R4 minus എന്താ വരുന്നത് R1, that is 0 0 1 മൈനസ് എന്തുവാ വരുന്നത് 1 മൈനസ് 0 എന്ന് പറയുമ്പോൾ 1 വരുന്നുണ്ട്. ദെൻ 0 മൈനസ് 7 എന്ന് പറയുമ്പോഴേക്കും ഇവിടെ എന്ത് വരും -7 വരും. ഇപ്പോൾ ഇത് എക്ലോൺ ഫോമിലല്ല. എക്ലോൺ ഫോമിൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് താഴെ 0 ആയി. അടുത്ത് സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻ്റ് താഴെ 0 ആക്കണം. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്, ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റിന് മുന്നേ വരുന്ന 0യുടെ എണ്ണത്തെക്കാൾ കൂടുതലായിരിക്കണം അടുത്ത റോയിൽ. ഇവിടെ ഇപ്പോൾ ഈ 2 റോയും ഓക്കെയാണ്. അതിൻ്റെ അടുത്ത റോ നോക്കിക്കേ, ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് 1 ആണ്, അതിന് മുന്നിൽ 2 0 ഉള്ളൂ. പക്ഷേ ഈ 2 കോളത്തിലാണ്, ഈ 2 റോയിലാണെങ്കിലോ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റിന് മുന്നിൽ 3 0 ഉണ്ട്. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്നത് എക്ലോൺ ഫോം അല്ല. നമുക്കതിനൊന്ന് അറേഞ്ച് ചെയ്യണം. 2 0 0 7 ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, R2നെയും R4നെയും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യണം. അതായത് 0 0 1 -7 എന്ന് ഇൻ്റർചേഞ്ച് ചെയ്തു. അടുത്ത് 0 0 0 2 അതുപോലെ തന്നെ 2 0 0 0 1 R2നല്ലേ ഞാൻ താഴെ കൊണ്ടുവന്നത്. ഇപ്പോഴിത് നോക്കിക്കേ, ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് 2 അതിൻ്റെ താഴേക്ക് 0 ആയി. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് 1 അതിൻ്റെ താഴേക്കും 0 ആയി. തേർഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് 2 അതിൻ്റെ താഴെയുള്ള 1നെ കൂടി 0 ആക്കാം. സോ ദിസ് ഈസ് ഈക്വലൻ്റ് ടു, നമുക്ക് എങ്ങനെ എഴുതേണ്ടേ, ഫസ്റ്റ് 2 0 0 7, ദെൻ 0 0 1 -7, അടുത്ത് 0 0 0 2. അടുത്ത് എന്താ വരേണ്ടത്, R4 implies 2 R4 minus R3, that is 0 0 0 0. ഇനി ഇവിടെ നോക്കിക്കേ, റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് എത്രയാണ്, നമുക്ക് 3 എന്ന് കിട്ടി. ഇനി ഇവിടെ എത്ര വെക്ടർ ഉണ്ടായിരുന്നു, നമ്പർ ഓഫ് വെക്ടേഴ്സ് എന്ന് പറയുന്നത് 4 ആണ് അല്ലേ. നോക്കിക്കേ, റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് വെക്ടേഴ്സ് ആണ് അല്ലേ. റാങ്ക് ഓഫ് എ ഇസ് നോട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് വെക്ടേഴ്സ്. ദെയർഫോർ ദ ഗിവൺ വെക്ടേഴ്സ് v1 v2 v3 v4 ആർ ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. ഓക്കെ, ഈക്വൽ ആകുമ്പോഴാണ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ നോട്ട് ഈക്വൽ ടു വന്നത് കാരണം അവ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ഡയഗണലൈസ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മെട്രിക്സ് വന്നിട്ടുണ്ടായിരുന്നു. 2x2 മെട്രിക്സ് ആണ്. അപ്പോൾ ഞാൻ ആ മെട്രിക്സിനെ അവിടെ എഴുതി. ഇത് സിമെട്രിക് മെട്രിക്സ് ഒന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മെട്രിക്സ് അവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, എൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതണം. ഐഗൻ വാല്യൂ ഫൈൻഡ് ചെയ്യണം അല്ലേ. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഈസ് λ² minus s1 λ plus s2 is equal to 0, where s1 is equal to
minus 19 plus 6 is equal to minus 13 and S2 is equal to determinant A ആണ്. അപ്പോൾ determinant A എന്ന് പറഞ്ഞാൽ എന്താണ്? minus 19 into 6 minus of minus 42 into 7 which is equal to 180 എന്നാണ് എൻ്റെ ആൻസർ കിട്ടുന്നത്. Therefore characteristic equation is lambda square minus 13 എന്നുള്ളത് plus 13 lambda plus 180 is equal to 0 now. ഓക്കെ, ഇതിൻ്റെ ലാംഡ നമ്മൾ സോൾവ് ചെയ്യുമ്പോഴേ ലാംഡ ഈക്വൽ ടു മൈനസ് 13 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് മൈനസ് 551/2 എന്നാണ് പറയുന്നത്. അതായത് ഇമാജിനറി വാല്യൂ വരും. അപ്പോൾ ഐഗൻ വാല്യൂ കോംപ്ലക്സ് നമ്പേഴ്സ് വന്നാൽ അങ്ങനെയുള്ള എന്തുവാ മെട്രിക്സിനെ, അതായത് ആ ഇതിനെ നമുക്ക് ഐഗൻ വെക്ടർ ഫൈൻഡ് ചെയ്യാൻ പറ്റും നമുക്ക്, പക്ഷേ അതിനെ ഡയഗണലൈസ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. സിൻസ് ദ ഐഗൻ വാല്യൂസ് ആർ കോംപ്ലക്സ് നമ്പേഴ്സ് വി ആർ നോട്ട് ഏബിൾ ടു ഡയഗണലൈസ് ദിസ് മെട്രിക്സ് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി നിർത്തണം. ഇത് ചിലപ്പം ക്വസ്റ്റ്യൻ തെറ്റിപ്പോയതാവാം, കാരണം നിങ്ങൾക്ക് എപ്പോഴും റിയൽ വാല്യൂസ് വരുന്ന തരത്തിലുള്ള പ്രോബ്ലംസേ ഉള്ളൂ. കോംപ്ലക്സ് റൂട്ട് വരുന്നതാണെങ്കിലും ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് കോംപ്ലക്സ് നമ്പേഴ്സ് വരുന്ന പ്രോബ്ലംസ് നിങ്ങൾക്ക് പൊതുവേ ചോദിക്കാറില്ല. അപ്പോൾ ഇപ്രാവശ്യം ഇതിങ്ങനെ വന്നു പോയതുകൊണ്ട് ചിലപ്പം അത് സിലബസിലുള്ള കാര്യമല്ല, അല്ലാതെ ചോദിച്ചിരിക്കുന്നതാണ്. പക്ഷേ വെറുതെ മാർക്ക് കിട്ടത്തില്ല, ഇങ്ങനെ എഴുതി വെക്കണം. എന്താണ് ഐഗൻ വാല്യൂസ് വിത്ത് കോംപ്ലക്സ് റൂട്ട്സ് ആണെങ്കിൽ വി ആർ നോട്ട് ഏബിൾ ടു ഡയഗണലൈസ് ദിസ് ഗിവൺ മെട്രിക്സ് എന്ന് പറഞ്ഞ് എഴുതി നിർത്തുക. അപ്പോൾ അതാണ് ഈ പ്രോബ്ലത്തിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളേ. ട്രാൻസ്ഫോം ടു പ്രിൻസിപ്പൽ ആക്സിസ് ആൻഡ് ഫൈൻഡ് വാട്ട് കൈൻഡ് ഓഫ് കോണിക് സെക്ഷൻ ഈസ് ഗിവൺ ബൈ ദ ക്വാഡ്രാറ്റിക് ഫോം 4x² + 12xy + 13y² + 16. ഓക്കെ, നമുക്ക് ആദ്യം ഇതിൻ്റെ കോണിക് സെക്ഷൻ എന്താണെന്ന് നോക്കാം, പിന്നെ എടുത്തിട്ട് നമുക്ക് ഇത് പ്രിൻസിപ്പൽ ആക്സിസിലേക്ക് മാറ്റാം. നമുക്ക് ആദ്യം ഞാനിവിടെ തന്നിട്ടുള്ള ക്വാഡ്രാറ്റിക് ഫോം എഴുതിയിട്ടുണ്ട്. നമുക്കതിൽ നിന്ന് എ എടുത്ത് എഴുതാം. അപ്പോൾ എ എടുത്ത് എഴുതാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാണ്, എന്തൊക്കെയാണ് വേരിയബിൾ അവിടെ ഉള്ളത്, അത് നമ്മൾ മുകളിലും താഴെ എഴുതുന്നു. x² കോയിഫിഷ്യൻ 4 ഇവിടെ എഴുതി, y² കോയിഫിഷ്യൻ 13 ഇവിടെ എഴുതി, xy കോയിഫിഷ്യൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 6 നമ്മൾ ഈ രണ്ട് പൊസിഷനിലും എഴുതി. അപ്പോൾ നമ്മുടെ എ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ വേണ്ടേ, എൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ അല്ലേ. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഈസ് lambda square minus s1 lambda plus s2 is equal to 0, where s1 is equal to 17 and s2 is equal to 13 into 452 minus 36 is equal to എത്രയാണ് വരുന്നത്, 16 എന്ന് വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഇക്വേഷൻ ലാംഡ സ്ക്വയർ മൈനസ് 17 ലാംഡ പ്ലസ് 16 is equal to 0. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 16ഉം ആഡ് ചെയ്യുമ്പോൾ മൈനസ് 17ഉം വരുന്നത് ലാംഡ മൈനസ് 16 ഇൻറ്റു ലാംഡ മൈനസ് 1 is equal to 0 അല്ലേ. ദറ്റ് ഇസ് ലാംഡ ഈക്വൽ ടു 1,6 എന്ന് ഐഗൻ വാല്യൂസ് നമുക്ക് കിട്ടി. ഓക്കെ, അത് നോക്കിക്കേ. ലാംഡ ഈക്വൽ ടു -1 ഇൻറ്റു -1 ഇൻറ്റു -16 ആണ് പ്ലസ് 16, -16 പ്ലസ് -1 ആണ് -17. ഐഗൻ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് എന്താ ചെയ്യേണ്ടത്, നമുക്കിതിൻ്റെ കനോണിക്കൽ ഫോം എഴുതാം. Therefore the canonical form is Q equal to lambda 1 y1 square plus lambda 2 y2 square അല്ലേ. ഇവിടുത്തെ Q എന്ന് പറഞ്ഞാൽ എന്താ, 16 is equal to lambda 1 എന്ന് പറഞ്ഞാൽ 1 into y1 square plus 16 into y2 square. എനിക്ക് 16 വെച്ച് ഡിവൈഡ് ചെയ്യാൻ തോന്നുന്നു. അപ്പോൾ y1 square by 16 plus y2 square by 16 ആകുമ്പോൾ അതെന്താവും, 1 ആവും. ഇസ് ഈക്വൽ ടു 16 by 16 1. ഞാൻ എന്താ 16 കൊണ്ട് ത്രൂ ഔട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ ഇക്വേഷൻ കിട്ടിയാൽ എന്തുവാണ്, therefore the conic section is ellipse. Therefore the conic section is ellipse. ഓക്കെ, അത് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി നമുക്ക് എന്താ അവർ കണ്ടുപിടിക്കാൻ വെച്ചിരുന്നത്, ഫൈൻഡ് ഐഗൻ വെക്റ്റർ. അപ്പോൾ ഐഗൻ വെക്ടർ പ്രിൻസിപ്പൽ ആക്സിസ്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഐഗൻ വെക്ടർ ഫൈൻഡ് ചെയ്യണം. മെട്രിക്സ് A മൈനസ് ലാംഡ I ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 0. A മൈനസ് ലാംഡ I എന്ന് പറഞ്ഞാൽ എന്താണ്, ഡയഗണലി മൈനസ് ലാംഡ കൊടുത്ത് തന്നിട്ടുള്ള മെട്രിക്സ് നമ്മൾ അങ്ങ് എഴുതും. 13 മൈനസ് ലാംഡ ഇൻറ്റു x1 x2 ഇസ് ഈക്വൽ ടു 0 0 എന്ന് എഴുതി. നമുക്ക് ഓരോ ഐഗൻ വാല്യൂയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വെൻ ലാംഡ ഈക്വൽ ടു 1, ലാംഡയ്ക്ക് 1 കൊടുക്കുമ്പോൾ 4 മൈനസ് 1 3 ആണ്, 6 അടുത്തെന്താ 6 13 മൈനസ് 1 എന്ന് പറയുമ്പോൾ 12 ആണ്, ഇൻറ്റു x1 x2 ഇസ് ഈക്വൽ ടു 0 0. ആ രണ്ട് റോയും എപ്പോഴും സെയിം ആയിരിക്കും കേട്ടോ. ഈ രണ്ട് റോയും സെയിം ആകുമ്പോൾ ഞാൻ ആദ്യം 3x1 പ്ലസ് 6x2 ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതി. ഓർ 3x1 ഇസ് ഈക്വൽ ടു 6x2. 3ഉം 6ഉം പോകുമ്പോൾ ഇവിടെ എന്താവും, 2 അല്ലേ വരുന്നത്. സോ x1 by 2 ഇസ് ഈക്വൽ ടു x2 by 1. സോ ഐഗൻ വെക്ടർ x1 ഇസ് ഈക്വൽ ടു
2 1 എന്ന് കിട്ടി. ഇപ്പം 2 1 അല്ല, സോറി, ഞാനിവിടെ എടുത്ത് എഴുതിയപ്പോൾ ഈ 2 ഇപ്പുറത്തേക്കും ഇവിടെ -6 എന്നല്ലേ വരണേ. സോ ഇവിടെ -2 വരും. സോ -2 1 എന്നാണ് വരുന്നത്. ദെൻ അടുത്ത് വെൻ ലാംഡ ഈക്വൽ ടു 16 കൊടുക്കുമ്പോഴേക്കും നിങ്ങളുടെ മെട്രിക്സ് എന്ന് പറയുന്നത് 3 4 -16 വരും. 4 - 16 എത്രയാണ്? 12 ആണേ, -12 ആണേ. അടുത്ത് 6 എന്ന് അടുത്ത് വന്നു. 6 അടുത്ത് എന്താ? 13 - 16. 13 - 16 എന്ന് പറയുമ്പോൾ എന്താ ഇവിടെ വരേണ്ട? -3 വരുന്നുണ്ട്. ഇൻറ്റു x1 x2 is equal to 0 0. ഇതിനകത്ത് നിന്ന് നമ്മൾ equation എഴുതുമ്പം രണ്ടും റോയും സെയിം ആണ്. കാരണം ഇവിടുന്ന് 6 എടുത്താൽ ഇത് -2 1 ആണ്, ഇവിടുന്ന് -3 എടുത്താൽ ഇത് -2 1 ആണ്. അപ്പോൾ രണ്ട് റോയും സെയിം ആണ്. സോ നമുക്കിതിനെ 6x1 - 3 x2 is equal to 0 എന്ന് എഴുതാം. ഓർ 6x1 is equal to 3x2. 3യും 6ഉം കൂടെ പോകുമ്പോൾ ഇവിടെ 2 ആവുന്നുണ്ട്. ദറ്റ് ഈസ് x1/1 is equal to x2/2. ഐഗൺ വെക്റ്റർ x2 is equal to 1 2 എന്ന് നമുക്ക് ആൻസർ കിട്ടി. അടുത്ത് നമ്മൾ എന്താ ചെയ്യുക? നോർമലൈസ്ഡ് മെട്രിക്സ് എഴുതല്ലേ. നോർമലൈസ്ഡ് മെട്രിക്സ് എഴുതുന്നതിന് മുമ്പ് മോഡുലസ് ഓഫ് x1 നമുക്കൊന്ന് ഫോം ചെയ്ത് വയ്ക്കാം. -2 സ്ക്വയർ 4 + 1 is equal to √5 എന്നാണ് വരുന്നത്. അതുപോലെ മോഡുലസ് ഓഫ് x2 എന്ന് പറയുന്നതും √1 + 2 സ്ക്വയർ 4, അതും √5 എന്നാണ് വരുന്നത്. therefore നോർമലൈസ്ഡ് മെട്രിക്സ് ക്യാപിറ്റൽ N is equal to നമുക്കിവിടെ ആദ്യത്തെ മെട്രിക്സ് എന്താ? -2/√5 ദെൻ 1/√5. അതേപോലെ x2ൻ്റെ ഇവിടെ ആണെങ്കിൽ 1/√5ഉം 2/√5 ക്യാപിറ്റൽ N എഴുതി. അടുത്ത് എന്താ എഴുതേണ്ടത്? അടുത്ത് നമുക്ക് x is equal to ക്യാപിറ്റൽ N ഇൻറ്റു y. x എന്ന് പറഞ്ഞാൽ എന്തുവാണ്? x1 x2 is equal to ക്യാപിറ്റൽ N എന്ന് പറഞ്ഞാൽ -2/√5 1/√5 1/√5 2/√5 ഇൻറ്റു y എന്ന് പറയുന്നത് y1 y2. ഓക്കെ, therefore x1 is equal to റോ ഇൻറ്റു കോളം എന്നുള്ള ഫോമുല. സോ -2/√5 ഇൻറ്റു y1 പ്ലസ് 1/√5 ഇൻറ്റു y2 ആൻഡ് x2 is equal to 1/√5 ഇൻറ്റു y1. അടുത്തെന്താ? പ്ലസ് 2/√5 ഇൻറ്റു y2. ഓക്കെ, പ്രിൻസിപ്പൽ ആക്സിസ് രണ്ടെണ്ണം ഫൈൻഡ് ചെയ്തു. 12 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണിത്. ഈസി ആയിട്ട് കിട്ടുന്ന കാര്യമാണ്. ഐഗൻ വാല്യൂ, ഐഗൻ വെക്റ്റർ, കനോണിക്കൽ ഫോം എന്താണെന്നൊക്കെ. ഞാനിവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഈ ഫോമിൽ വന്ന ഇത് എലിപ്സാണ്. ഈക്വൽ ടു എന്തെങ്കിലും ഒരു കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ മിക്കവാറും എലിപ്സ് ഓഫ് സർക്കിളും ഒക്കെ ആയിരിക്കും. നടുക്ക് സിമ്പിൾ മൈനസ് വരുവാണെങ്കിൽ അത് എന്തുമായിരിക്കും? ഹൈപ്പർബോള ആയിരിക്കും. ഈക്വൽ ടു 0 ആണെങ്കിൽ അത് പെയർ ഓഫ് സ്ട്രേറ്റ് ലൈൻസ് ആയിരിക്കും. ഇതാണ് നിങ്ങളുടെ പാർട്ട് സി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സൊല്യൂഷൻ.